വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. സാംസങ് ഗാലക്സിയുടെ ലേറ്റസ്റ്റ് ഫോണായ S10 പ്ലസിന്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ഈ ഒരു ടൈപ്പ് വീഡിയോ ചെയ്തിട്ടില്ല. സോ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മെല്ലെ അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ഈ ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് OS ആയ പൈ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സാംസങ് S10 ഇറക്കിയത് 4 മോഡലിലാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ S10e, S10, S10 Plus, S10 5G എന്നീ 4 മോഡൽസിലാണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി S10നെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത് 2 വേരിയൻസിലാണുള്ളത്. 128GB, 512GB, പിന്നെയുള്ളത് 1 TB ആണ്. ഓക്കെ, അപ്പോൾ ഈ 128GB, 512GB ആണെങ്കിൽ അതിൽ റാം വരുന്നത് 8GB ആണ്. അതുപോലെ 1 TB ആണെങ്കിൽ 12GB റാമാണ് അതിൽ വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റോറേജ് പോരെങ്കിൽ നിങ്ങൾക്ക് 512GB വരെ ഒരു SD കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, 512GBയുടെ SD കാർഡ് വരെ യൂസ് ചെയ്യാം ഇതിൽ. അങ്ങനെ നിങ്ങൾക്ക് മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതിലുള്ളത് ഒരു ഫാസ്റ്റ് ചാർജർ, അതുപോലെ തന്നെ ഒരു USB-C അഡാപ്റ്റർ, പിന്നെ വരുന്നത് ഒരു AKGയുടെ ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ ഈ USB-C അഡാപ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, ഫോൺ ടു ഫോൺ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ USB ഡ്രൈവ്, മൗസ് ഇതൊക്കെ കണക്ട് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.4 ഇഞ്ചസ് HDR10+ കേപ്പബിൾ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ബോഡി എന്ന് പറയുന്നത് ഗൊറില്ല ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസ് 6 ഫ്രണ്ടിലും ഗൊറില്ല ഗ്ലാസ് 5 ബാക്കിലുമാണ്. അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി O ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 8 ആണ്, അതായത് ഇന്നാണ്. പക്ഷേ നമുക്ക് ഫെബ്രുവരി 20 തൊട്ടിട്ട് പ്രീ ഓർഡർ ചെയ്യായിരുന്നു. ഞാൻ പുറത്തായതുകൊണ്ട് എനിക്കിത് നേരത്തെ കിട്ടിയിരുന്നു, ഒരു ഫസ്റ്റിന് തന്നെ കിട്ടിയിരുന്നു. പിന്നെയുള്ളത് സെൻസേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ സാംസങ് ആദ്യമായിട്ടാണ് അൾട്രാസോണിക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് സെൻസർ എന്ന് പറയുന്നത്? അൾട്രാസോണിക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അതായത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് പറയുന്നത് ഇൻ ഡിസ്പ്ലേ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഫോണിൽ വേണമെങ്കിൽ 2 സിം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതായത് അവൈലബിൾ ആയിട്ടുള്ള സിം എന്ന് പറയുന്നത് നാനോ സിമ്മാണ്. ഇപ്പോൾ നമുക്ക് ഒരു സിമ്മേ വേണ്ടുമെങ്കിൽ നമുക്ക് SD കാർഡ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ബാറ്ററി എന്ന് പറയുന്നത് നോൺ റിമൂവബിൾ 4100 mAh ആണ് അതിന് സ്ട്രോങ് ബാറ്ററി ലൈഫാണുള്ളത്. പിന്നെ ഹെഡ്ഫോൺസ് ആണെങ്കിൽ 3.5 mm ഓഡിയോ ജാക്കാണ് ഉള്ളത്. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3.5 mm ഓഡിയോ ജാക്കാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വയർലെസ് പവർ ഷെയർ ഫീച്ചറാണ്. അതായത് നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്തിട്ട് വേറൊരു ഫോൺ ചാർജ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ മേലെ തന്നെ വെച്ച് അവരുടെ ഫോൺ ചാർജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു പ്രത്യേകതയാണ് വയർലെസ് പവർ ഷെയർ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ക്യാമറ, ഏറ്റവും മെയിൻ ഫീച്ചറായ ക്യാമറയെ പറ്റി പറയാം. ഇതിൽ ടോട്ടലായിട്ട് 5 ക്യാമറാസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ബാക്കിൽ 3 ക്യാമറാസാണുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 2 ക്യാമറാസും. ബാക്കിൽ വരുന്ന 3 ക്യാമറയെ പറ്റി ഞാൻ പറയാം. അതിൽ 12 മെഗാ വൈഡ്, അതുപോലെ തന്നെ 12 മെഗാ ടെലിഫോട്ടോ, അത് നമുക്ക് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ്. പിന്നെ 16 മെഗാ അൾട്രാ വൈഡാണ് വരുന്നത്. അതായത് നമുക്ക് ബാക്കിലോട്ട് പോവാതെ തന്നെ കൂടുതൽ വൈഡായിട്ടുള്ള ഏരിയാസ്, അതായത് കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് ബാക്കിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് അൾട്രാ വൈഡ് ഫോട്ടോ. അപ്പോൾ 12 മെഗാ ആൻഡ് 16 മെഗാ ആണ്
ബാക്കിൽ വരുന്ന 3 ക്യാമറാസ്. പിന്നെയുള്ളത് ഫ്രണ്ട് ക്യാമറാസ് ആണ് സെൽഫി ക്യാമറാസ്. അത് എന്ന് പറയുന്നത് 10 മെഗാ പിക്സലിലും 8 മെഗാ പിക്സലിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ക്യാമറാസിൻ്റെ ആ പോർഷൻ എന്ന് പറയുന്നത് പഞ്ച് ഹോൾ ഡിസൈൻ ആണ് വെച്ചിട്ടുള്ളത്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അടുത്ത്, അതുകൂടി ക്ലിക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.